സൺഡേ ശാലോമിലേക്ക് സ്വാഗതം. ഞാൻ ജോസ് ജോൺ മല്ലികശ്ശേരി. ഇന്നലെ അമേരിക്കയിൽ കൊല്ലപ്പെട്ട ചാർലി ക്രിക്ക് എന്ന് പറയുന്ന ആള് ഒരുപക്ഷെ നമ്മൾ ആദ്യമായിട്ടായിരിക്കും ആ പേര് കേൾക്കുന്നത്. നമ്മൾ ആ പേര് ആദ്യമായിട്ടാണ് കേൾക്കുന്നതെങ്കിലും യൂറോപ്പിലും അമേരിക്കയിലും വളരെ പോപ്പുലർ ആയിട്ടുള്ള പേരാണ് ഇദ്ദേഹത്തിൻ്റെത്. ഇദ്ദേഹത്തിൻ്റെ മരണത്തിൽ അനുശോചനം അറിയിച്ച ആളുകളുടെ കൂട്ടത്തിൽ യൂറോപ്പിൽ നിന്നുള്ള 18 രാഷ്ട്ര തലവന്മാരുണ്ട് എന്ന് പറയുമ്പോൾ ആ ഒരു വ്യക്തിയുടെ സ്വാധീനം എത്രയുണ്ട് എന്ന് നമുക്ക് മനസ്സിലാവും. അമേരിക്കയെ സംബന്ധിച്ച് അമേരിക്കൻ പ്രസിഡന്റ് തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ മരണത്തെ സംബന്ധിച്ചുള്ള ദുഃഖം രേഖപ്പെടുത്തുകയും അതിനകത്ത് ട്വീറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുള്ളത് അമേരിക്കൻ പ്രസിഡന്റ് തന്നെയാണ്. അപ്പം ആ രാജ്യത്ത് അദ്ദേഹത്തിൻ്റെ പ്രാധാന്യം, അദ്ദേഹത്തിന് മറ്റ് അമേരിക്കൻ അലൈസിൻ്റെ ഇടയിലുള്ള സ്വാധീനം, ഈ നിലയിലൊക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് അദ്ദേഹമെന്ന് നമുക്ക് മനസ്സിലാവും. നമുക്ക് പേര് കേട്ട് പരിചയമുള്ള ഒരാളല്ല. ഇദ്ദേഹത്തിൻ്റെ പ്രത്യേകത, ഇദ്ദേഹത്തിന് 31 വയസ്സുള്ളൂ. നമ്മളിപ്പോൾ ജനറേഷൻ എക്സ്, ജനറേഷൻ വൈ, ജെൻസി, ജനറേഷൻ സെഡ്, ആൽഫ, ബീറ്റ എന്നൊക്കെ ഇങ്ങനെ പേരിട്ട് വിളിക്കുന്ന ഒരു കാലമാണിത്. അത് ഈ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഇത്തരം കാറ്റഗറൈസേഷൻ വരുന്നത്. 1997 ശേഷമുള്ള ജനറേഷനെ ജെൻസി എന്ന് പ്രൊനൗൺസ് ചെയ്യുന്നു. ജനറേഷൻ സെഡ് എന്നാണ് അത് എഴുതുക. അത് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ്, നമ്മുടെ നാട്ടിൽ ആ ജെൻസി കുറച്ചുകൂടി ബാക്ക്വാട്ടാണ് വരിക. കാരണം നമ്മളുടെ ഇവിടെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ് ഒക്കെ വന്നിട്ട് അത്രത്തോളം കാലം ആയിട്ടുള്ളൂ. 2010 ശേഷമൊക്കെയാണ് നമ്മുടെ നാട്ടിലെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ് ഇത്രത്തോളം സ്ട്രോങ് ആയിട്ട് വരുന്നത്. നേരെ മറിച്ച് യൂറോപ്പിലും അമേരിക്കയിലും ഒക്കെ ഈ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ് ഏറ്റവും ഫേസ്ബുക്ക് അങ്ങനത്തെ സാധനങ്ങൾക്ക് വളരെ ഇൻഫ്ലുവൻസിൽ വന്നത് 1997 മുതലാണ് എന്നാണ് വിചാരിക്കപ്പെടുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് ഫേസ്ബുക്കിന്റെ സ്വാധീനത്തിലേക്ക് എത്താൻ പറ്റിയ ആളുകൾ. അപ്പോൾ ആ ഒരു കണക്ക് വെച്ചുകൊണ്ടാണ് ഈ ജെൻസി എന്നൊക്കെ പറയുന്ന ഈ കാറ്റഗറൈസേഷൻ വരുന്നത്. അതിന് തൊട്ട് മുമ്പുള്ള ജനറേഷനെ മില്ലേനിയം ജനറേഷൻ എന്ന അർത്ഥത്തിൽ വൈ എന്നും, അതിന് വൈക്ക് മുൻപുള്ള ജനറേഷനെ എക്സ് എന്നും ഒക്കെ വിളിക്കുന്ന ഒരു രീതിയുണ്ട്. ഇതിനകത്ത് ഒരു കൃത്യമായിട്ട് ഇന്ന സമയം മുതൽ ഇന്ന സമയം വരെ എന്നും പറയുന്നതിനകത്ത് യാതൊരു കാര്യമില്ല. ഇത് മീഡിയ തന്നെ ഉണ്ടാക്കിയെടുക്കുന്ന ചില പുതിയ പേരുകളാണ്. അല്ലാതെ ഇതിന് ഹ്യൂമൻ ബയോളജി ആയിട്ടോ അല്ലെങ്കിൽ നമ്മുടെ എവല്യൂഷനായിട്ടോ ഒന്നും ഒരു ബന്ധമുള്ള കാര്യമല്ല. ചില ടെർമിനോളജി എന്ന് വിചാരിച്ചാൽ മതി. അപ്പൊ എന്തായാലും ശരി, ഈ ചെറുപ്പക്കാരെന്ന് പറയുന്ന ഈ കാറ്റഗറിയുടെ ഇടയിൽ ലോകത്തിലെ തന്നെ ഏറ്റവും അധികം സ്വാധീനമുള്ള ഒരു വ്യക്തി എന്ന നിലയിലാണ് ഈ ചാൾസ് ക്രിക്കിന്റെ പ്രാധാന്യം കിടക്കുന്നത്. അദ്ദേഹത്തെ ഇൻഫ്ലുവൻസർ, നമ്മൾ സോഷ്യൽ ഇൻഫ്ലുവൻസർ എന്നൊക്കെ വിളിക്കുന്ന ഇവിടെ കുറേ അധികം ആൾക്കാർ ടി വിയിലൊക്കെ കളിക്കുന്നത്. അത്രയും ഇൻഫ്ലുവൻസ് അല്ല ഇദ്ദേഹത്തിൻ്റെത്. ഇദ്ദേഹത്തിന്റെ ഒരു പോസിറ്റീവ് ഇൻഫ്ലുവൻസ് ആണ്. അപ്പൊ പോസിറ്റീവ് ഇൻഫ്ലുവൻസ് എന്ന് പറഞ്ഞാൽ പഴമയിലേക്കുള്ള മടങ്ങിപ്പോക്ക്, അമേരിക്കൻ തനിമയിലേക്കുള്ള മടങ്ങിപ്പോക്ക്, ദൈവത്തിലേക്കുള്ള തിരിച്ചുപോക്ക്, നല്ല സ്വഭാവത്തിലേക്കുള്ള തിരിച്ചുപോക്ക്, ഡ്രഗ് ഉപേക്ഷിക്കല്, അല്ലെങ്കിൽ ഹോമോസെക്സ് പോലത്തെ കാര്യങ്ങൾ തീർത്തും ഉപേക്ഷിച്ച് കളയുക, വിവാഹം കഴിക്കാതെ സ്ത്രീ പുരുഷന്മാർ ഒന്നിച്ച് താമസിക്കുന്നത് ഒഴിവാക്കുക, ഇത്തരം ആശയങ്ങൾ പുതിയ തലമുറയുടെ മേലെ വളരെ സ്വാധീനത്തിൽ അവരെ കൊണ്ട് ധരിപ്പിക്കുവാൻ, അവരെ കൊണ്ട് വിശ്വസിപ്പിക്കുവാൻ, ബോധ്യപ്പെടുത്തുവാൻ സാധിച്ച ഒരു വ്യക്തി എന്ന നിലയിലാണ് ഇദ്ദേഹം ഐഡന്റിഫൈ ചെയ്യപ്പെടുന്നത്. അപ്പൊ നമ്മളെ സംബന്ധിച്ച് നമ്മൾ വിചാരിക്കും ഈ മൂല്യങ്ങളൊക്കെ ഇനി ഇറോഡ് ചെയ്ത് പോകണം, താഴോട്ട് പോകണം, മേലോട്ട് കയറി വരുന്ന ഒരു അവസ്ഥ നമ്മൾ കാണുന്നില്ല. അത് മേലോട്ട് കൊണ്ടുവരാൻ സാധിക്കുമെന്ന് പ്രൂവ് ചെയ്ത ഒരാളാണ് ചാർലി ക്രിക്ക്. അപ്പൊ ഇപ്പോഴുള്ള അമേരിക്കയിൽ ഇദ്ദേഹത്തിന്റെ സ്വാധീന വലയത്തിലുള്ള ആളുകളെ കോഹാബിറ്റേഷൻ എന്ന് പറയുന്ന സാധനം ഒഴിവാക്കി വിവാഹം കഴിച്ച് ജീവിക്കുക എന്നുള്ള പ്രിൻസിപ്പിളിൽ വിശ്വസിക്കുന്നവരാണ്. അവർ ഡ്രഗിന്റെ ലഹരിയല്ല, ക്രിസ്തുവിന്റെ ലഹരിയാണ് ഞങ്ങൾക്ക് വേണ്ടത് എന്ന് പറയുന്നവരാണ്. അദ്ദേഹം ഒരു കരിസ്മാറ്റിക് മൂവ്മെന്റുകാരൻ കൂടിയാണ്. അപ്പൊ അത്തരം ഒരു വലിയ ചേഞ്ച് അമേരിക്കൻ ക്യാമ്പസുകളിലും അമേരിക്കൻ യുവതയുടെ ഇടയിലും കൊണ്ടുവരാൻ സാധിച്ച ഒരു വ്യക്തി എന്ന നിലയിലാണ് ഈ ചാർലി ക്രിക്ക് അറിയപ്പെടുന്നത്. ഇദ്ദേഹം ഇസ്രായേലിന്റെ ഒരു സ്ട്രോങ് സപ്പോർട്ടറാണ്. സ്വാഭാവികമായും പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ വലിയ വിമർശകനാണ്. കൂടാതെ ഈ ഹോമോസെക്സ് പോലത്തെ കാര്യങ്ങളിൽ പ്രൊമോട്ട് ചെയ്യുന്ന LGBTQ എന്ന് പറയുന്ന കാറ്റഗറിയുടെ ഒക്കെ വലിയ വിമർശകനാണ് ഇദ്ദേഹം. സ്വാഭാവികമായും ഇദ്ദേഹത്തിന് ഈ വിഭാഗങ്ങളിൽ നിന്ന്, പൊളിറ്റിക്കൽ ഇസ്ലാമിൽ നിന്ന്, LGBTQവിൽ നിന്ന് വലിയ ഭീഷണിയുണ്ട്, ജീവന് തന്നെ ഭീഷണിയുണ്ട്. അതൊരു പുതിയ കാര്യമല്ല. അപ്പൊ ഇദ്ദേഹത്തെ അന്നലെ അവിടെ വധിക്കുന്ന സമയത്ത് ഇദ്ദേഹത്തിന് 5 ബോഡി ഗാർഡുകൾ ഇദ്ദേഹത്തിനുള്ളതാണ്. ഗവൺമെന്റിന് കൊടുത്തിട്ട് 5 ബോഡി ഗാർഡ്സ് ഇദ്ദേഹത്തിനുണ്ട്. അദ്ദേഹം വളരെ പ്രോമിനന്റ് ആയിട്ടുള്ള വ്യക്തിയാണ്, റിച്ച് ആയിട്ടുള്ള വ്യക്തിയാണ്, ട്രംപിന്റെ വളരെ ക്ലോസ് ആയിട്ടുള്ള ആളാണ്, വലിയ ഇൻഫ്ലുവൻസറുമാണ്. ഈ മറ്റ് രാജ്യങ്ങൾക്ക് ഇദ്ദേഹത്തോടുള്ള താല്പര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഇദ്ദേഹം ഒരു 40-45 വയസ്സ് ഈ നിലയിൽ പോവുകയാണെങ്കിൽ, ഇദ്ദേഹത്തിന്റെ സ്വാധീനം അമേരിക്കയിൽ ഈ നിലയ്ക്ക് പോവുകയാണെങ്കിൽ ഒരു 40 വയസ്സിനുള്ളിൽ ഇദ്ദേഹം അമേരിക്കൻ പ്രസിഡന്റ് ആവും എന്നായിരുന്നു ബഹുഭൂരിഭാഗം ആളുകളും വിശ്വസിച്ചിരുന്നത്. അങ്ങനെ ആയാൽ എന്നുള്ള നിലയ്ക്കാണ് മറ്റു രാജ്യങ്ങൾ ഇദ്ദേഹത്തെ കാണുകയും ബഹുമാനിക്കുകയും ഇദ്ദേഹവുമായി ബന്ധം നിലനിർത്താൻ ശ്രമിക്കുകയും ചെയ്തിരുന്നത്. അപ്പൊ അത്രയും പ്രാധാന്യമുള്ള ഒരു വ്യക്തിയാണ്. അപ്പൊ അമേരിക്കയെ സംബന്ധിച്ച്
അമേരിക്കയെ ഈ ഡ്രഗിൽ നിന്ന്, ഫ്രീ സെക്സിൽ നിന്ന്, LGBTQ-ൽ നിന്ന്, ലിവിങ് ടുഗദറിൽ നിന്ന് ഒക്കെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ച ഒരു വ്യക്തി എന്ന നിലയിൽ, അതിൽ വലിയ തോതിൽ വിജയം കണ്ടുകൊണ്ടിരുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഈ വ്യക്തിയുടെ മരണം ഇവർക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സംഗതിയാണ്. അപ്പോൾ ഇദ്ദേഹത്തെ ആരായിരിക്കും കൊന്നതെന്നതിനെ സംബന്ധിച്ച് ഇതുവരെ കൃത്യമായ വിവരം കിട്ടിയിട്ടില്ല. ഒരു ഗ്രൂപ്പല്ല, ഒരു വ്യക്തിയാണ് വെടിവെച്ചത്. ഒരു റൂഫ് ടോപ്പിൽ ഇരുന്നാണ് വെടിവെച്ചിട്ടുള്ളത്. അദ്ദേഹം ഒരു ടെന്നീസ് ക്യാപ്പ് ധരിച്ചിരുന്നു. ചെറുപ്പക്കാരനാണ് അദ്ദേഹം. ആ റൂഫിന്റെ മുകളിൽ നിന്ന് വേറൊരു ബിൽഡിങ്ങിന്റെ മുകളിലേക്ക് ചാടുന്ന പിക്ചേഴ്സ് കിട്ടിയിട്ടുണ്ട്. അവിടെ നിന്ന് താഴോട്ട് ഇറങ്ങി, അതൊരു യൂണിവേഴ്സിറ്റി ക്യാമ്പസിനടുത്തായിരുന്നു. യൂണിവേഴ്സിറ്റി ക്യാമ്പസ് നിറയെ കാട് പിടിച്ച് കിടക്കുന്നതാണ്. കാട്ടിനുള്ളിൽ കയറി പോവാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ആ കാടിന്റെ പുറത്ത് വെച്ച് ഇദ്ദേഹം ഉപയോഗിച്ച തോക്കും അതിൽ ബാക്കി നിറയ്ക്കാനുള്ള തിരകളും കിട്ടിയിട്ടുണ്ട്. ഈ വെടിവെക്കാൻ ഉപയോഗിച്ച തോക്ക് കിട്ടിയിട്ടുണ്ട്. കൂടാതെ ഇദ്ദേഹത്തിന്റെ ഒരു ഷൂവ്, പിന്നെ ഒരു ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ ആ പാട്, കൂടാതെ ഒരു പാം മുഴുവൻ, മീൻസ് ഫിംഗർ പ്രിന്റ്, ഇത്രയും കാര്യങ്ങളും FBI-ക്ക് കിട്ടിയിട്ടുണ്ട്. $1 ലക്ഷം ഇദ്ദേഹത്തെക്കുറിച്ച് സൂചനകൾ നൽകുന്നവർക്ക് ഇനാം പ്രഖ്യാപിച്ചിട്ടുള്ളത്. അന്വേഷണം തകൃതിയായി നടക്കുന്നുണ്ട്. ആളെ പിടിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട.